BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സമയത്തെത്തിയെങ്കിലും വിമാനത്തിൽ കയറാനായില്ല. പിണറായി വിജയന്റെ യാത്ര മുടങ്ങി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ യാത്ര മുടങ്ങി. സമയത്ത് വിമാനത്താവളത്തിലെത്തിയെങ്കിലും വിമാനത്തിൽ കയറാനായില്ല. ആശയവിനിമയത്തിലുണ്ടായ പിഴവാണ് യാത്ര മുടക്കിയത്. 2:50 കോഴിക്കോട്ടേക്കുള്ള ഇൻഡിഗോ വിമാനത്തിലാണ് വരേണ്ടിയിരുന്നത്. ലോകത്തിനെ പറ്റിക്കാം, എന്നെ പറ്റിക്കാൻ പറ്റൂല. വിഡി പറഞ്ഞത് മുറിഞ്ഞുപോയ സംസാരത്തിന്റെ ബാക്കി. കുട്ടനാട് MLA അല്ല PK കുഞ്ഞാലിക്കുട്ടി. നിയമസഭയിൽ കുട്ടനാട് MLA റെജി ചെറിയാന് മുഖ്യമന്ത്രി VD സതീശൻ നൽകിയ മറുപടി വിവാദങ്ങൾക്ക് വഴിവെച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടതെന്നും ആ വിവാദത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. VD പറഞ്ഞത് മുറിഞ്ഞുപോയ സംസാരത്തിന്റെ ബാക്കി, അല്ലാതെ കുട്ടനാട് MLA അല്ല. രാജ്യത്തെ ലഹരി മരുന്ന് വിൽപ്പനയുടെ പ്രധാന കേന്ദ്രമായി ടെലിഗ്രാം ആപ്പ് മാറി. ആരോപണവുമായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. രാജ്യത്തെ ലഹരി മരുന്ന് വിൽപ്പനയുടെ പ്രധാന കേന്ദ്രമായി ടെലിഗ്രാം ആപ്പ് മാറിയെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. NCBയുടെ വാർഷിക റിപ്പോർട്ടിലാണ് ഗുരുതര വെളിപ്പെടുത്തൽ. മ്യാൻമറിൽ നിന്നുള്ള വൻ ലഹരി ഒഴുകുന്നതിന് പുറമെ പുതിയ സിന്തറ്റിക് ലഹരി മരുന്നുകൾ രാജ്യത്തിന് ഭീഷണിയാകുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. മലപ്പുറത്ത് കഴുത്തിൽ ഗേറ്റിന്റെ കമ്പി തുളച്ചു കയറി ചികിത്സയിലായിരുന്ന 16-കാരൻ മരിച്ചു. മലപ്പുറത്ത് ഗേറ്റിന്റെ കമ്പി തുളച്ചു കയറി ചികിത്സയിലായിരുന്ന 16-കാരൻ മരിച്ചു. മലപ്പുറം പുളിക്കൽ സ്വദേശി മുഹമ്മദ് മാസിനാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ മെയ് 31 വീടിന്റെ ടെറസിൽ കയറി തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് കാൽ വഴുതി തെന്നി വീണ് ഗേറ്റിന്റെ കമ്പിയിലേക്ക് വീഴുന്നത്. ഗേറ്റിന്റെ ഭാഗത്തോടുകൂടിയായിരുന്നു മുഹമ്മദ് മാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി എത്തിച്ചത്. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഗേറ്റിന്റെ കമ്പികൾ മുറിച്ചു മാറ്റിയത്. 16-കാരന്റെ കഴുത്തിലാണ് ഗേറ്റിന്റെ കമ്പി തുളച്ചു കയറിയത്. ഇന്ന് ഉച്ചയോടെയാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് വീണ്ടും എലിപ്പനി ബാധിച്ച് മരണം. സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച് ഒരു മരണം. തൃശൂർ അരിമ്പൂർ സ്വദേശി വൈശാഖാണ് മരിച്ചത്. ഇന്നുച്ചയോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സ്ഥിരീകരിച്ചത്. പെയിന്റിംഗ് തൊഴിലാളിയായ വൈശാഖിന് എലിപ്പനി സ്ഥിരീകരിച്ചത് തിങ്കളാഴ്ചയായിരുന്നു. വെളുത്തൂർ മുന്നയത്താണ് ഇയാൾ താമസിക്കുന്നത്. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് വടുക്കര SNDP ശ്മശാനത്തിൽ. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വീര്യം കുറഞ്ഞ മദ്യം ഫയൽ നീക്കം തുടങ്ങിയത് ഇടതുപക്ഷ സർക്കാരാണെന്ന് സ്ഥാപിക്കുവാൻ ശ്രമം. മുഖ്യമന്ത്രിയുടേത് വസ്തുതാവിരുദ്ധമായ പ്രസ്താവന. KN ബാലഗോപാൽ. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. എന്നാൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറയുന്നതെന്ന് മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. UDF-ൽ ചർച്ച ചെയ്ത് മാത്രമേ കാര്യങ്ങൾ നടപ്പിലാക്കൂവെന്ന് എക്സൈസ് മന്ത്രിയും പറയുന്നു. എന്നാൽ ബില്ല് പാസാക്കിയ ശേഷം ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി? ബില്ല് പാസാക്കിയാൽ പിന്നെ എറിഞ്ഞ കല്ല് പോലെയാണ്. കൂൾ ഡ്രിങ്ക്സ് പോലെ സോഷ്യൽ ഡ്രിങ്കിലേക്ക് അത് പോകും. ഇത് അപകടമാണ്, ബാലഗോപാൽ വ്യക്തമാക്കി. വളരെ പാവപ്പെട്ടവരായ സ്ത്രീകൾ പോലും രാമക്ഷേത്രത്തിന് സംഭാവന നൽകി. വിശ്വാസികളായ പലരും നൽകിയ സംഭാവന മോഷ്ടിക്കപ്പെട്ടു. പ്രിയങ്ക ഗാന്ധി. അയോധ്യ രാമക്ഷേത്ര ഭണ്ഡാരക്കൊള്ള കേസിൽ പ്രതികരിച്ച് കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി. രാമക്ഷേത്ര സംഭാവനയിൽ നടന്നത് വൻ അഴിമതി. രാമക്ഷേത്രത്തിന് സംഭാവന നൽകുവാൻ ആഹ്വാനം നൽകിയ രാഷ്ട്രീയ നേതാക്കൾ ഉത്തരം പറയണം. സംഭാവന പിരിക്കുവാൻ ആഹ്വാനം ചെയ്തവർക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് പ്രിയങ്ക ഗാന്ധി വിമർശിച്ചു. വളരെ പാവപ്പെട്ടവരായ സ്ത്രീകൾ പോലും രാമക്ഷേത്രത്തിന് സംഭാവന നൽകി. കൃത്യമായ അന്വേഷണം അഴിമതിയിൽ നടക്കണം. വിശ്വാസികളായ പലരും നൽകിയ സംഭാവനയാണ് മോഷ്ടിക്കപ്പെട്ടത്. സംഭാവന പിരിച്ചെങ്കിൽ അതിൽ ഉത്തരവാദിത്തമുണ്ടെന്നും അവർ വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.